ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സ്വാശ്രയ കോളേജുകളിലെ അധ്യാപക നിയമനത്തിൽ UGC യോഗ്യത കർശനമായി പാലിക്കണമെന്നാണ് നിർദ്ദേശം. യോഗ്യതയില്ലാത്തവരുടെ നിയമനം തടയണമെന്ന് VC-മാർക്ക് ഗവർണർ നിർദ്ദേശം നൽകി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മ ഉറപ്പാക്കാനാണ് നിർദ്ദേശം. ചാൻസലർക്ക് ലഭിച്ച പരാതികളുടെ പശ്ചാത്തലത്തിലാണ് ഇടപെടൽ. സുനിഷ എല്ലൂരുണ്ട്. സുനിഷ എല്ലൂർ, ഗുഡ് മോർണിംഗ് സുനിഷ. കുറച്ച് അധികം ചില കോഴ്സുകൾക്കൊന്നും UGC യോഗ്യതയുള്ള അധ്യാപകരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ അത്തരം സ്വാശ്രയ കോളേജുകളും അത്തരം സ്വാശ്രയ കോഴ്സുകളുമൊക്കെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാവുമോ പുതിയ ഉത്തരവ് വരുമ്പോൾ? അരുൺ, പ്രതിസന്ധിയിലാകുന്ന സൂചനകൾ തന്നെയാണ് മുന്നോട്ടുള്ളത്. ഈ പറയുന്നത് പോലെ UGC അനുശാസിക്കുന്ന യോഗ്യതകളില്ലാതെ നിരവധി അധ്യാപകർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പരാതികൾ വ്യാപകമായി ചാൻസലറുടെ മുന്നിലെത്തിയിരുന്നു. അതിലൊന്നായിരുന്നു ഈ യോഗ്യതയില്ലാത്തൊരു അധ്യാപിക മൂല്യനിർണ്ണയം നടത്തി കാലിക്കറ്റ് സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിനി പരാജയപ്പെട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ. അതെല്ലാം തന്നെ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കർശനമായൊരു നിർദ്ദേശം തന്നെ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും വൈസ് ചാൻസലർമാർക്കുമെല്ലാം തന്നെ സർക്കുലർ നൽകിയിട്ടുണ്ട്. കർശനമായി തന്നെ UGC മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നിയമനം നടത്തേണ്ടത് എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇനി അത്തരത്തിലല്ല നിയമനമെങ്കിൽ അതിന്റെ ആ നിയമനം റദ്ദു ചെയ്യണം, അത്തരത്തിൽ പാടില്ല എന്നുള്ളത് തന്നെ നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിൽ സ്വാശ്രയ കോളേജുകളിൽ ഈ നിയമനം നടത്തുമ്പോൾ അവരുടെ വിവരങ്ങൾ അതത് കോളേജ് പോർട്ടലുകളിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള പോർട്ടലുണ്ട്. അതിൽ തന്നെ കൃത്യമായി വിദ്യാർത്ഥികൾക്കുൾപ്പെടെ മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട് ഇവർക്ക് ഇന്ന യോഗ്യതയുണ്ടോ, UGCയുടെ മാനദണ്ഡങ്ങൾ UGC അനുശാസിക്കുന്ന യോഗ്യതകൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി അറിയിക്കണം എന്നത് കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഗുണമേന്മ ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും പലയിടങ്ങളിലും ഇപ്പോഴും ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അധ്യാപകർ എത്തുന്നില്ല എന്നുള്ളൊരു വിഷയം കൂടി ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇനി അങ്ങോട്ട് നിയമനം നടത്തുമ്പോൾ ഇനി നിലവിലുള്ള അധ്യാപകർക്കെല്ലാം തന്നെ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും സർക്കുലർ ഇപ്പോൾ VC-മാർക്ക് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു. സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ചില സ്വാശ്രയ കോഴ്സുകളിൽ പഠിപ്പിക്കാൻ UGC യോഗ്യതയുള്ള അധ്യാപകരില്ല. ചില വിഷയങ്ങളിൽ ഒരുപാട് UGC ക്വാളിഫൈഡ് ആയ അധ്യാപകരുണ്ട് താനും. അപ്പോൾ സ്വാശ്രയ കോഴ്സുകൾ അങ്ങനെയാണെങ്കിൽ, ചാൻസ് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും.